ഞാന് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോളേ ഒരു പ്രാവശ്യം ഒരു +2 കുട്ടികളായിരിക്കും ഏകദേശം ഒരു ദിവസം അവരിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഏതൊരു ആൺകുട്ടി ആ കുട്ടിയോട് ചോദിച്ചു, നീ കമ്മിറ്റഡ് ആണോ? ഞാൻ കമ്മിറ്റഡ് ആണോ എന്നൊക്കെ കേട്ടപ്പോൾ ഞാനൊന്ന് നോക്കി. യൂഷ്വലി ഇതിനു മുന്നേ ഒരു കുറച്ച് നാള് ഒക്കെ ഇഷ്ടമാണോ അങ്ങനെ. ആക്ച്വലി അത് സൂപ്പർഫിഷ്യലാണ്. കമ്മിറ്റ്മെന്റ് ഒക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ഡീപ്പറായ ഒരു റിലേഷൻഷിപ്പ് അല്ലേ. അപ്പോ ഐ വാസ് തിങ്കിങ്, അതായത് ഇപ്പോഴത്തെ കാലത്ത് ഇതിന്റെ അടുത്ത് വേറെ കുട്ടികളെ ബ്രേക്കപ്പ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കായിരുന്നു എത്രത്തോളം ഈ കമ്മിറ്റ്മെന്റ് എത്രത്തോളമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക റിലേഷൻഷിപ്പ് എന്നുള്ളത്. അപ്പോ ഈ കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ശരിക്ക് 3 ഘട്ടം നമുക്ക് പറയാം. ഓക്കെ, അതായത് മെന്റൽ കമ്മിറ്റ്മെന്റ്, ഫിസിക്കൽ കമ്മിറ്റ്മെന്റ്, പിന്നെ പറയാണെങ്കിൽ നമ്മൾ സോൾമേറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ സോൾ കമ്മിറ്റ്മെന്റ്. ഇതില് മെന്റൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരാളെ ഇഷ്ടപ്പെടാം, ഓക്കെ, ഇറ്റ്സ് ഫൈൻ. അത് എത്രത്തോളം ആ ഒരാളും അങ്ങനെ കമ്മിറ്റഡ് ആണ് എന്നുള്ള അനുസരിച്ചിരിക്കും. ഓക്കെ, ഫിസിക്കൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പില് പൊതുവെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. കാരണം അതെന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ പറയാനുള്ള ഒരു മാരേജ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, ഇപ്പോ മഹറോ താലിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതില്ലാതെ, ഒരു ഉടമ്പടി ഇല്ലാതെ ഓക്കെ നമ്മള് മുന്നോട്ട് പോവാതിരിക്കുന്ന ഒരു സംഗതിയാണ്. ബട്ട് നവഡേസ് പലവരും അത് അവെയർ അല്ല. സോ ഇറ്റ് ഇസ് നോട്ട് എ ഗുഡ് തിങ് ഫിസിക്കൽ കമ്മിറ്റ്മെന്റ്. കാരണം ഇതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് ഹേർട്ട് ചെയ്യും. അതേപോലെ തന്നെ മെന്റൽ ബ്രേക്ക് ഡൗണിലും ഒരുപാട് ഹേർട്ട് ചെയ്യും. ഡിപ്പെൻഡ് എത്രത്തോളം നമ്മുടെ റിലേഷൻഷിപ്പിൽ ഡീപ്പർ ആണെന്ന്. പിന്നെ സോൾ കമ്മിറ്റ്മെന്റ് എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് ദാറ്റ് ഈ ഒരു വ്യക്തി എൻ്റെ എല്ലാമാണ് എന്നുള്ള ഒരു രീതിക്ക് വരുമ്പോൾ ചില കേസിൽ അത് ടോക്സിക് റിലേഷൻഷിപ്പിലോട്ട് പോകും. ഇത് അവരങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ആ ഒരു ഇതിലോട്ട് പോകും. അതേപോലെ അതിൽ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ സംഭവിച്ചു കഴിഞ്ഞാൽ പൊതുവെ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ സൂയിസൈഡൽ ടെൻഡൻസി, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ കുറച്ചു മുന്നേ, അതായത് നമ്മൾ വേറെ ആർക്ക് കമ്മിറ്റഡ് ആവുന്നതിന് മുന്നേ നമ്മൾ സെൽഫ് കമ്മിറ്റ്മെന്റ് ആണ് വേണ്ടത്. സെൽഫ് കമ്മിറ്റ്മെന്റ് വരുമ്പോൾ സെൽഫ് ലവ് എന്താണെന്ന് തിരിച്ചറിയും. നമ്മൾ സെൽഫിന്റെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ദൈവം എത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം അറിയും. അല്ലാത്ത പക്ഷം നമ്മളെപ്പോഴും നമ്മൾ മറ്റൊരാളുടെ കമ്മിറ്റഡ് മറ്റുള്ളവരുടെ ലവ് നമ്മൾ ക്രേവ് ചെയ്യുമ്പോൾ അത് എന്ത് റിലേഷൻഷിപ്പ് ആയിരിക്കട്ടെ, ഇവൻ മാരേജ് തന്നെ ആയിരിക്കട്ടെ, എന്ത് റിലേഷൻഷിപ്പിലായിരുന്നാലും ശരി, നമ്മൾ ഒരാളുടെ ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത് കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹാർട്ടിൽ ഒരു എംപ്റ്റിനെസ് ഉണ്ടാവും. എന്നുവെച്ചാൽ ഒന്നുമില്ലാത്തൊരു ഫീലിംഗ് വരും നമുക്ക് കിട്ടാതെ വരുമ്പോൾ. അതുപോലെ അതിൽ ബ്രേക്ക് ഡൗൺസ് വരുന്ന സമയത്താണ് നമുക്ക് കുറച്ചും കൂടി നെഗറ്റീവ് തോട്ടിലോട്ട് പോകാൻ, എനർജി ലോസ് വരാം, മുന്നോട്ട് പോകാൻ പറ്റാതെ. ഇതിനൊക്കെ സൊല്യൂഷൻ എന്നതാണ് ഫസ്റ്റ് നമ്മുടെ ആത്മീയത, അങ്ങനെ കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പരിധി വരെ ഡീപ്പർ കമ്മിറ്റ്മെന്റ്സ് നമുക്ക് ഓടിയാണ്. പിന്നെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം നമ്മൾ അറിയാൻ സംഭവമാണ്. പക്ഷെ നമ്മുടെ ഗോൾ എന്താണെന്നായിരിക്കും അതാണ് നമ്മൾ ഓരോരുത്തരും ആദ്യം. ചുമ്മാ ഈ റിലേഷൻഷിപ്പിൽ പോയി അത് മാരേജ് അതാണ്, അത് ചുമ്മാ സൂപ്പർഫിഷ്യലായിട്ട് നടക്കുന്നതാണ്. അത് നമ്മുടെ ഗോൾ, ജീവിതത്തിൽ നമ്മൾ എന്താണ്, എന്ത് ചെയ്യണം, എന്താണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ, ഇങ്ങനെ ഒരു നമ്മുടെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോളായി. അത് സെൽഫ് ലവ് ഉണ്ടാവുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകുന്നത് അതനുസരിച്ച് നമ്മൾ അതിൽ ഫോക്കസ് നമ്മളാണ് ചെയ്യുന്നത്. മറ്റു റിലേഷൻഷിപ്പ് ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ അത് അതിൻ്റെ വയതൊരു സൈഡായിട്ട് കഴിഞ്ഞത് മെയിൻ ഫോക്കസ് എപ്പോഴും വേണ്ടത് ഗോളിലോട്ടാണ്. മറ്റതെല്ലാം സൈഡായിട്ട് അതിൻ്റെ always focus on your main part, what's your goal in your life. അത് പെൺകുട്ടി ആയിരിക്കട്ടെ, അത് ആൺകുട്ടി ആയിരിക്കട്ടെ, നമുക്ക് എപ്പോഴും ഒരു ഗോൾ ഉണ്ടായി.